എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു പേരായിരുന്നു ബങ്കർ ബസ്റ്റർ അഥവാ GBU-57 ബോംബുകൾ. അപ്പോൾ എന്താണ് ഈ GBU-57? ഇതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബങ്കർ ബസ്റ്റർ GBU-57 MOP ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആയുധമാണ് ബങ്കർ ബസ്റ്റർ അഥവാ ഈ GBU-57 MOP. ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക ഇറാന് നേരെ പ്രയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബാണ്. ആദ്യം നമുക്കിതിൻ്റെ പേരിൽ നിന്നും തുടങ്ങാം. ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഈ ഒരു ശ്രേണിയിൽ വരുന്ന ബോംബുകളുടെ പേരാണ് ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് GBU എന്നാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 57, പിന്നീട് MOP എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്ന വാക്കാണ് GBU. GBU എന്നത് സ്മാർട്ട് ബോംബ് എന്നും കൂടിയും അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്മാർട്ട് ബോംബ് എന്നും കൂടിയാണ്. GBUവിൻ്റെ ഫുൾ ഫോം വരുന്നത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് എന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഒരു ലക്ഷ്യം നശിപ്പിക്കാനായിട്ട് ബോംബ് ഡംപ് ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു ലക്ഷ്യം നശിപ്പിക്കാനായിട്ട് ശരിക്കും ഒരു ബോംബ് മതിയാവും, പക്ഷേ ഇവർക്ക് മേലെ നിന്ന് ആകാശത്ത് നിന്ന് ഇടുന്ന സമയത്ത് ലക്ഷ്യം കറക്റ്റ് കിട്ടാത്തതിൻ്റെ പേര് അതിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊക്കെ കണക്കാക്കിയിട്ട് ഒരു ബോംബ് ഇടുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രിസിഷൻ അറ്റാക്ക് അല്ല നടന്നിരുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലോട്ട് വിടുന്നത് പോലെയാണ്. കാരണം ഇറാന് ഇസ്രായേലിലോട്ട് ഒരു പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ സാധിക്കില്ല. കാരണം അവരുടെ കയ്യിലുള്ളത് ബാലസ്റ്റിക് മിസൈലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഒരു GPS ലൊക്കേഷൻ ലോക്കാക്കിയിട്ട് കൃത്യമായിട്ട് അവിടെ കൊള്ളിക്കുവാനായിട്ട് ഇറാന് സാധിക്കില്ല. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ ഇറാന് സാധിക്കുമായിരിക്കാം, പക്ഷെ അത് ഇസ്രായേലിന് അത് സാധിക്കും. ഇസ്രായേലിന് ലേസർ ഗൈഡഡ്, ഇൻഫ്രാറെഡ്, GPS ലോക്ക് ചെയ്തിട്ട് ഒക്കെ ചെയ്തിട്ട് മിസൈൽ വിടാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് പ്രിസിഷനായിട്ട് ഒരു ബിൽഡിങ് ഇവർ എയിം ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ് മാത്രം പൊളിക്കുവാനും ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരുത്തുവാതിരിക്കുവാനും ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ വക ബോംബുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ പണ്ടത്തെ പോലെ ചവറ് പോലെ ബോംബിടേണ്ട ആവശ്യമില്ല. അപ്പോൾ കാശും ലാഭമാണ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പണ്ടത്തെ ഇതിൽ നിന്നും ആദ്യം വരുന്നത് ലേസർ ഗൈഡഡ് മിസൈലാണ് വരുന്നത്. അപ്പോൾ ഈ ലേസർ ഗൈഡഡ് ആണെങ്കിലും ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒന്നുകിൽ അവിടെ ഇപ്പോൾ എന്താ പറയുക, ടാർഗറ്റിൻ്റെ അവിടെ ഒരു ലേസർ സ്ഥാപിക്കുകയോ ലേസർ കൊണ്ട് സെലക്ട് ചെയ്യാൻ പാകത്തിൽ ഒരു ഒബ്ജക്റ്റ് സ്ഥാപിക്കുകയോ തുടർന്ന് ആ ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തിട്ട് ലേസർ ഗൈഡ് ചെയ്തിട്ടാണ് മിസൈൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതും കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് അത് എൻക്രിപ്റ്റഡ് ആയി, ലേസർ കോഡ് എൻക്രിപ്റ്റഡ് ആയി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും വന്നു. ഇപ്പോൾ ഉള്ള ലേസർ ഗൈഡഡ് മിസൈലുകളെല്ലാം എൻക്രിപ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല GPS അടിസ്ഥാനമാക്കിയിട്ടാണ് ഒട്ടുമിക്കവാറും മിസൈലുകളെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. GPS ബേസ് ചെയ്തിട്ടുള്ള അറ്റാക്കും GPS ബേസ് ചെയ്യാതുള്ള അറ്റാക്ക് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇസ്രായേൽ ഇറാനിൽ നടത്തുന്നത് GPS ലോക്ക് ചെയ്തിട്ടുള്ള അറ്റാക്കും ഇറാൻ നടത്തുന്നത് ഏകദേശം നമ്മുടെ സയൻസ് പ്രകാരമുള്ള ഭൂമിയുടെ കർവും പിന്നെ ഉയർന്നു പൊന്തുന്ന മിസൈലിൻ്റെ ഒരു പരിധിയുണ്ട്. ഈ പരിധി ഉയർന്നു പൊന്തിയിട്ട് നേരെ താഴേക്ക് പതിക്കുന്ന ആംഗിള് ഇത് കണക്ക് കൂട്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭൂമിയോട് അടുക്കും തോറും വേഗത കൂടുന്ന ടൈപ്പ് മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ ഇസ്രയേലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ക്ലസ്റ്റർ ബോംബുകളും ഇടുന്നുണ്ട്. അപ്പോൾ ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് നമ്മൾ അടുത്തൊരു കാര്യത്തിൽ നമുക്ക് നോക്കാം, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിലാണ് ഈ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഈ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത US ഭയങ്കരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അപ്ഡേഷൻ ചെയ്യേണ്ട കാര്യമാണെന്ന് US മനസ്സിലാക്കുന്നത് വിയറ്റ്നാം യുദ്ധകാലത്താണ്. വിയറ്റ്നാം പോരാളികൾ ഭൂമിക്കടിയിൽ മാളമുണ്ടാക്കി ഒളിച്ചിരുന്ന് അതിൽ വഴി US സൈനികരെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അവരെ നാട്ടിൽ കയറി ചെന്നിട്ടാണ്, അതിൻ്റെ തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും US ഇത് കണ്ടുപിടിക്കാനായിട്ട് പ്രചോദനമായത് ഈ ഒരു സന്ദർഭമാണ് കാരണമായത്. പിന്നെ തുടർന്ന് ക്യാമറകൾ വെക്കാൻ തുടങ്ങി, സെൻസറുകൾ വെക്കാൻ തുടങ്ങി, ഇത്രയും കാര്യങ്ങളിലോട്ടൊക്കെ എത്തിച്ചേരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെക്കുമ്പോൾ തന്നെ ബോംബിൻ്റെ നീളം കൂടിയാണ്. കാരണം ഇതിനകത്ത് എക്സ്പ്ലോസീവ്സ് കൊള്ളണം, ഇതിൻ്റെ മെറ്റീരിയൽ ബങ്കർ ബസ്റ്റർ മെറ്റീരിയൽ ഇത്തിരി കനുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. എല്ലാം കൈകാര്യം ചെയ്യുന്ന പേരിൽ ഇതിൻ്റെ വലിപ്പം നീളം കൂടുന്നൊരു അവസ്ഥയാണ് പിന്നീട് വരുന്നത്. ഗൈറോ സെൻസർ, ഇൻഫ്രാറെഡ്, പിന്നെ
ട്രാക്കിംഗ് ക്യാമറ, GPS ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ഗൈഡ് ചെയ്യുന്നതും. ഇപ്പോൾ ഗൈഡ് ചെയ്യാനുള്ള ഫിൻസും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. GBUവിന് പ്രധാന ഭാഗങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായൊരു മെറ്റൽ കേസിംഗ് ആണ് വരുന്നത്. ഇത് ടൈറ്റാനിയം സ്റ്റീലൊക്കെയാണെന്ന് പറയുന്നു. എഗ്ലിൻ സ്റ്റീൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്കവാറും സർഫേസ് ഒക്കെ തുളച്ച് കയറാൻ ശക്തിയുള്ള ഒരു ഷീൽഡായിട്ടും കൂടി ഈ ഒരു മെറ്റൽ മെറ്റീരിയൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ലോക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 32,000 അടി മേലെ എന്നല്ല വിടുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് മാത്രം മതി. ബാക്കിയെല്ലാം പ്രവർത്തിക്കുന്നത് ഭൂഗുരുത്വാകർഷണം മൂലമാണ് ഇത് താഴേക്ക് വരുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്രൊജക്ടൈലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് പോകാനായിട്ടൊരു എഞ്ചിനോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ദിശ നിയന്ത്രിക്കാൻ പാകത്തിൽ മാത്രമുള്ളൂ. കാരണം കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ദിശ മാറാതിരിക്കാൻ വേണ്ടി ഫിന്നുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബോംബ് എത്തി പൊട്ടുന്നതുവരെയുള്ള വിഷ്വൽ, ഈ ഭൂമിയിൽ പതിക്കുന്നതുവരെ വിഷ്വൽ ഇവരുടെ കൺട്രോൾ സെൻറ്ററിൽ ലഭ്യമാവും. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന പോളിമർ ബോണ്ടഡ് എക്സ്പ്ലോസീവ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഏകദേശം 2600 കിലോഗ്രാം ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 13,600 ചില കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് വെയിറ്റ് വരുന്നതും ഇതിൻ്റെ കേസിങ്ങിനാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഭൂമിക്കടിയിൽ എത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് ലാർജ് പെനട്രേറ്റർ സ്മാർട്ട് ഫ്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം ബോംബ് പൊട്ടുന്ന സമയം രീതിയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിമാനത്തിനുള്ളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ഫിന്നുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഗതി ഇതിന് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ കാര്യമായ ഗൈഡൻസിന് വേണ്ടിയിട്ട് 57ഓളം ഗ്രിഡ് ഫിന്നുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോംബർ വിമാനങ്ങൾ ഘടിപ്പിക്കേണ്ട രീതി അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യത്തിനായിട്ട് ഈ ഫിന്നുകൾ മടക്കാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴത്തോട്ട് വരുമ്പോൾ മാത്രമേ ഫിന്നും ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ഒരു സാധാരണ ഒരു മണൽ നിറഞ്ഞൊരു മണ്ണിൻ്റെ പ്രതലമാണെങ്കിൽ 60 മീറ്റർ ആണ് താഴേക്ക് പോകാവുന്നതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ മണൽ നിറഞ്ഞ പ്രതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മണലായിരിക്കില്ല. ഭൂമിയുടെ അവസ്ഥ നമുക്കറിയാം. താഴെ പാറയുണ്ടാവാം, ചെളി ഉണ്ടാവാം, ഇപ്പോൾ ഭൂഗർഭ നദികളുണ്ടാവാം, പലതുണ്ടാവാം. അപ്പോൾ 60 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു പരിധി പറയുന്നത്. ഇനി ചെളി കട്ടയായ ഭൂമി, ഇത് നമ്മുടെ കൽപ്പൊടി ഉദാഹരണം കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കുന്ന കൽപ്പൊടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രതലത്തിലാണെങ്കിൽ 45 തുടങ്ങി 48 മീറ്റർ വരെ തുളച്ച് കയറാൻ സാധിക്കും. ഇനി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിലാണെങ്കിൽ 18 മീറ്റർ താഴേക്ക് തുളച്ച് കയറാൻ സാധിക്കും. ഇനി MOPയുടെ ഫ്യൂസ് ഒരു പ്രത്യേകത ഉള്ളതാണ്. ഇപ്പം നിലത്ത് മുട്ടിയാലുടനെ പൊട്ടിത്തെറിക്കുന്നില്ല. അതിൻ്റെ വേഗത ഇപ്പോൾ നിലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മിസൈലിൻ്റെ അല്ലെങ്കിൽ ഈ GBUവിൻ്റെ വേഗത എപ്പോഴാണോ പൂർണ്ണമായും അവസാനിക്കുന്നത് അപ്പോൾ മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞത്. പ്രധാന പ്രത്യേകതകളൊക്കെ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിന് GPS അസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു GPS വെച്ചൊരു ലൊക്കേഷൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന, ഇപ്പോൾ വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ പോലും വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും 6 മീറ്റർ ആക്യുറൻസി വരുന്നുണ്ട്. അപ്പോൾ GPS-ൻ്റെ മെയിൻ വേർഷൻ ഉപയോഗിക്കുന്ന ഇവർക്കെല്ലാം എത്ര ആക്യുറസി വരുമെന്ന് ഊഹിക്കാമല്ലോ. ഏകദേശം 1 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ പ്രിസിഷൻ ആയിട്ട് ആക്രമിക്കാനായിട്ട് ഇവർ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഭാരം. 14,000 കിലോ എന്നാണ് നമുക്ക് മാധ്യമങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഏകദേശം 30,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ 13,607 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. അപ്പോൾ ഗൈഡഡ് ബോംബ് യൂണിറ്റ് 57 മാസ് ഓർഡിനൻസ് പെനട്രേറ്റർ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. JBU 57 MOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് MOP 57 എന്നുള്ളത് സീരിയൽ നമ്പറാണ്. ഇത് കൂടാതെ കുറേ 27, 32 ഒക്കെ ഉണ്ട്. പക്ഷേ 57 എന്നുള്ള സീരിയൽ നമ്പറാണ്. ഇതിൽ മാസ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നാണ് ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ 57 AB ഇത് സീരിയൽ നമ്പറാണ് കേട്ടോ. ബാക്കി ഉള്ളതെല്ലാം ഇതിൻ്റെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ മിനിമം ഭാരമാണ്, ഈ 57ൻ്റെ മിനിമം ഭാരമാണ് ഈ 13,607 കിലോഗ്രാം അഥവാ 30,000 പൗണ്ട്. ഇത് US എയർഫോഴ്സിന് വേണ്ടി ബോയിങ് കമ്പനിയാണ് ഈ ഒരു ബോംബ് വികസിപ്പിച്ചെടുത്തത്. ഈ GBU 57 7 വേരിയൻറ്റുകളിലാണ് മൊത്തത്തിലുള്ളത്. അസാധാരണ ഭാരമാണ് ഇതിന് എന്താ പറയുക പ്രത്യേകത. പിന്നെ വലിപ്പവും ഇതിനൊരു കാരണമാണ്. ഇപ്പോൾ നിലവിൽ നോർത്രോപ്പ് B2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾക്ക് മാത്രമാണ് ഇതൊന്ന് വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റെൽത്ത് ബോംബർ ഗണത്തിൽപ്പെടുന്ന ഈ ഒരു വിമാനത്തിന് 50,000 അടി ഉയരത്തിൽ പറക്കുന്നതിനും ഇന്ധനം നിറയ്ക്കാതെ 6,000 കിലോമീറ്റർ, അതായത് 6,000 നോട്ടിക്കൽ മൈല്
6000 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 11,000 കിലോമീറ്റർ വരും കേട്ടോ. അപ്പം അത്രയും ദൂരം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഇനി യാത്രക്കിടെ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 19,000 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. 2011 GBU സർവീസിൽ വരുന്നത്. 2015 നവംബറിൽ 20 ബോംബുകളാണ് US എയർഫോഴ്സിന് ബോയിങ് കൈമാറുന്നത്. അതിനുശേഷം കൈമാറിയതിൻ്റെ കണക്ക് കാര്യങ്ങളും പുറത്തില്ല. ഇത് പുറത്തേക്ക് വിൽക്കുന്ന കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ ഓർഡറുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അമേരിക്ക ഇത് വിൽക്കണമായിരുന്നു തീരുമാനമായിട്ടില്ല. ഇത് ഇടാൻ വേണ്ടി ഇവരെ ബോംബർ വിമാനം തന്നെ വേണം, ഈ B-2 ബോംബർ വിമാനം തന്നെ വേണം. കാരണം ഈ വിമാനത്തിന് മാത്രമേ 50,000 അടി ഉയരത്തിൽ പറക്കാൻ പറ്റൂ. ഇത് 40,000 അടി ഉയരത്തിൽ നിന്ന് വരെ ഇത് ഇടാം. ഈ മിസൈലല്ല GBU. മിസൈലും GBU തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ബോംബാണ്, മിസൈൽ വേറെയാണ്. കാരണം മിസൈലിന് സ്വന്തമായി സഞ്ചരിക്കാൻ സാധിക്കും, GBUവിന് സ്വന്തമായി സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മേലെ നിന്ന് ഇടുന്നത് ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ US ഇത് പുറത്ത് വിൽക്കുന്ന കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. സ്വന്തം സഖ്യകക്ഷിയായ ബ്രിട്ടനോ ഇസ്രയേലിനോ പോലും അമേരിക്ക ഇത് നൽകിയിട്ടില്ല. അപ്പോൾ ഇസ്രയേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഇറാനിൽ ഈ ബോംബ് ഇടുന്നത്. പക്ഷേ ഈ ബോംബ് ഇടുന്നത് പോലും അമേരിക്ക നേരിട്ട് വന്നിട്ടാണ് ഈ ബോംബ് ഇടുന്നത്, അല്ലാതെ ഇസ്രയേലിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ അവരെ ബോംബർ വിമാനം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നേരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് അളക്കണമെങ്കിൽ, ആർക്കെങ്കിലും ഇത് അളക്കണമെങ്കിൽ ജസ്റ്റ് 14,000 കിലോ, അതായത് 13,607 കിലോഗ്രാം. ഇപ്പോൾ ഇമ്പാക്റ്റ് കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്, നമ്മുടെ ഗൂഗിളിൽ കിട്ടും. അപ്പോൾ ഇതിൽ 14,000 കിലോ. കഴിഞ്ഞ തവണ ഇട്ടിരിക്കുന്നത് ഏകദേശം 35,000 തുടങ്ങി 40,000 അടി ഉയരത്തിൽ നിന്നാണ് US ഇറാനിലെ ഫോർദോ ഈ ആണവ കേന്ദ്രത്തിലോട്ട് ഈ സാധനം ഇട്ടിരിക്കുന്നത്, ഈ ഒരു GBU ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 40,000 അടി മുകളിൽ നിന്നും ഈ ഒരു 14,000 കിലോയോളം വരുന്ന സാധനം ഭൂമിയിൽ വന്ന് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിലെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്താവുന്നതുള്ളൂ. ഏകദേശം ഒരു ജൂൾ കണക്കൊക്കെ പറയണേ 1.5 ലക്ഷത്തോളം ജൂളൊക്കെയാണ് കണക്ക് പ്രകാരം പറയുന്നത്. അപ്പോൾ ഈ ഒരു കണക്കിൽ മിസ്റ്റേക്ക് വരേണ്ടത് കരുതിയിട്ടാണ് ഞാനായിട്ട് പറയാത്തത്. നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ ഇമ്പാക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ. 2025 ജൂൺ 22 ഇറാനിൽ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റും നദാൻസ് ആണവ കേന്ദ്രത്തിലും കൂടി 14 ഈ ഒരു GBU ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത്. GBU 57 തന്നെയാണ് ഉപയോഗിച്ചത്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. 2003 ഇറാഖ് അധിനിവേശ സമയത്ത് ആദ്യകാല ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് GBU അല്ല, അത് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിൻ്റെ GBUവിൻ്റെ ആദ്യ രൂപങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കുറവാണെന്ന് കണ്ടെത്തുന്നത്. മാത്രമല്ല ഭൂമിക്കടിയിലെ ബങ്കറുകൾ, ടണലുകളെല്ലാം പൊളിഞ്ഞിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് 2007 മാർച്ചിലാണ് ഇതിൻ്റെ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ ശക്തമാക്കുന്നത്. തുടർന്ന് ന്യൂ മെക്സിക്കോയിൽ വൈറ്റ് സാൻഡ്സ് മിസൈൽ റേഞ്ചിൽ വെച്ചൊരു പരീക്ഷണം നടത്തുന്നുണ്ടായി. അപ്പോൾ അതിലാണ് GBUവിൻ്റെ ആദ്യ രൂപം പരീക്ഷിക്കുന്നത്. MOP മാസ് ഓർഡിനൻസ് പെനട്രേറ്റർ വിഭാഗത്തിൽ വരുന്ന ഒരു പരീക്ഷണം വളരെ വിജയകരമായിരുന്നു. പക്ഷെ അത് കൃത്രിമമായി ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് പരീക്ഷിച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ കോൺക്രീറ്റ് വാള്, മണ്ണിൻ്റെ പ്രതലം, ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയിട്ടാണ് പരീക്ഷിച്ചത്. ഒരിക്കലും കരിങ്കല്ല് നിറഞ്ഞ ഒരു പ്രദേശത്ത് ഇവർ പരീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ ഇറാനിലെ സാഹചര്യത്തിൽ കറുത്ത പാറ നിറഞ്ഞ പാറയും കട്ടിയേറിയ മണലുള്ള സ്ഥലങ്ങളിലുമാണ് ഈ ഭാഗം, ഈ ഫോർദോ ആണവ നിലയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വക കല്ലുകളിൽ ഇതിൻ്റെ ഒരു പെനട്രേഷൻ റേറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ഈ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യ പരീക്ഷണവും കൂടിയാണ് ഇറാനിൽ നടത്തിയത്. അപ്പോൾ ഇനി ഇറാനിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കാലക്രമേണ യുദ്ധമെല്ലാം തീർന്ന് ഒരു സക്സസ് ആയിട്ട് യുദ്ധമെല്ലാം തീർന്ന് ഈ മാധ്യമങ്ങൾക്ക് പ്രവേശനം കിട്ടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ GBU 57 MOPയെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.